പ്രിയരെ, മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. മിക്കവാറും നമുക്ക് ലഭിക്കുന്ന വേദനകളെ ഒരുപോലെ വിളിക്കുന്നൊരു പേരുണ്ട്, കുരിശ്. വേദനിപ്പിക്കുന്നവരെയും കണ്ണുനീരിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുന്നവരെയും ചിലപ്പോഴെങ്കിലും നമ്മൾ കുരിശെന്ന് വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുരിശിനൊരു പ്രത്യേകതയുണ്ട്. ക്രിസ്തുവിൻ്റെ കാലത്ത് കുരിശ് അപരാധിക്ക് കൊടുത്തിരുന്ന മാരകമായ മരണത്തിൻ്റെ ശിക്ഷാവിധി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിധിക്കുന്നത് അവൻ നല്ലവനായിട്ട് റോമാക്കാർ കണക്കാക്കിയത് കൊണ്ടല്ല, അവനെ അപരാധിയായി കണക്കാക്കിയിട്ടാണ് കുരിശു കൊടുക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ വേദനയോടുകൂടെ അല്ലെ പേടിയോടുകൂടെ നോക്കിയിരുന്ന ഈ കുരിശിന്ന് നമ്മുടെ ഭവനങ്ങൾക്ക് മുമ്പിൽ അലങ്കാരമായും അനുഗ്രഹമായും തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ആ കുരിശിലേക്ക് നോക്കി നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ കുരിശ് മഹത്വമുള്ളതായിട്ട് മാറിയത്? ഒരു നീതിമാൻ ആ കുരിശ് ഏറ്റെടുത്തു. ആ നീതിമാരൻ ചോരയും കണ്ണുനീരും വിയർപ്പും വിലാപവും നെഞ്ചുപൊട്ടിയുള്ള പ്രാർത്ഥനയും ഈ കുരിശിലേക്ക് ഒരുപോലെ ഒഴുകിയിറങ്ങി. അവൻ്റെ കണ്ണുനീർ കൊണ്ട് ആ കുരിശ് നനയ്ക്കപ്പെട്ടു, അവൻ്റെ ചോരയാൽ അത് നിറയപ്പെട്ടു. അങ്ങനെ ഒരു നീതിമാന്റെ ചോരയും കണ്ണുനീരും വിലാപവും വിയർപ്പും ഒരുപോലെ ശാപത്തിൻ്റെ അടയാളത്തിലേക്ക് ഒഴുകിയിറങ്ങി വന്നപ്പോൾ അത് മഹത്വത്തിൻ്റെ അടയാളമായിട്ട് മാറി. ഇന്ന് നിങ്ങളുടെ പങ്കാളിയെ, പ്രിയപ്പെട്ടവരെ കുരിശിനോട് ഓമിച്ച് അവർ ജീവിതത്തിലെ തീരാത്ത വേദനയാണെന്ന് കണക്കാക്കുന്നെങ്കിൽ ഒരിക്കലെങ്കിലും അവരെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കണ്ണുനീര് കൊടുക്കുക, നിങ്ങളുടെ വിലാപവും ചോരയും കൊടുക്കുക. അതിലൊരിക്കലെങ്കിലും നനയപ്പെടുന്ന മനുഷ്യൻ അവർ നല്ലവരായിട്ട് മാറും, വിശുദ്ധിയുടെ അടയാളങ്ങളായിട്ട് മാറും. അതാണ് യഥാർത്ഥമായ ഭക്തി ജീവിതം. ഇതിനു വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.